എത്ര സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്, തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാക്കള് കേരളത്തിൽ മൊത്തം നടന്ന് പ്രസംഗിച്ച് UDFന് 105 സീറ്റ്, 103 സഖ്യകക്ഷികൾക്കായ BJPക്ക് 3 സീറ്റും, അങ്ങനെ 105 സീറ്റാണ്. ഇവിടെ 2 ദിവസം മുമ്പ് കേരളത്തിന്റെ 2 മന്ത്രിമാർ പറഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇടതുപക്ഷം ഒപ്പിട്ടതാണ്, അതുകൊണ്ട് അത് തുടർന്നു പോകാനേ പറ്റുള്ളൂ. പച്ച കളവാണ് പറഞ്ഞതെന്ന് ഇന്നലെ നോട്ടീസ് സംസുദ്ദീന് വന്നു. ആ ഇതിൽ ഒപ്പിടിച്ചുകൊണ്ട് 14,632 സ്കൂള് ഇന്ത്യ രാജ്യത്തിൽ PSCയിൽ ഒപ്പിട്ടതുണ്ട്. നിങ്ങൾ ഒപ്പിടുന്നുണ്ടോ അല്ലേ എന്നുള്ള വിവരം കേന്ദ്രത്തിന് അറിയിക്കണം പറഞ്ഞ് നോട്ടീസ് വന്നു. അതിൽ 1 രൂപയും വാങ്ങിയിട്ടില്ല എന്നും അത് ഒപ്പിട്ടിട്ടില്ല എന്നും അതിലെ 92 കോടി അല്ല ഇപ്പം ലഭിച്ചതും അത് ഇന്ന വകുപ്പിൽ ജയിച്ചതാണ് എന്ന് കേന്ദ്രത്തിന് നോട്ടീസ് വന്നു. അപ്പോൾ ഇതുവരെ പച്ചക്കള്ളായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ മുനമ്പം വഖഫ് ഭൂമിയാണ് എന്ന് മുസ്ലിം ലീഗിന്റെ MLA ആയിന നമ്മളെ KPM മജീദ് നിയമസഭയിൽ 2 വർഷം മുമ്പ് എഴുതി കൊടുത്തതുണ്ട്, പ്രസംഗാടുണ്ട്. അത് വഖഫ് ഭൂമി തന്നെയാണ്, അത് വേറൊരു ഭൂമിയല്ല, അത് മുസ്ലിം സമുദായത്തിന്റെ വഖഫ് ഭൂമിയാണെന്ന്. അത് റഷീദ് അലി തങ്ങൾ വഖഫ് ചെയർമാനായപ്പോൾ കേന്ദ്രത്തിന് എഴുതി കൊടുത്ത രേഖയുണ്ട്. ഇപ്പോൾ KM സാജി പ്രസംഗിച്ചു അത് വഖഫ് ഭൂമി തന്നെയാണ്, അതൊരു ഇഞ്ചും വിട്ടുതരില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സംസുദ്ദീനും സംഘപരിവാറും RSന്റെ അജണ്ട BJP കൂടി ഇവിടെ സംഘപരിവാർ വിദ്യാഭ്യാസത്തിൽ കൂടെ നടപ്പാക്കാണ്. നെഹ്റുവിന്റെയും ഗാന്ധിജിന്റെയും ഫോട്ടോവും അതുപോലെ അവരതിനും ഒഴിവാക്കിയ പാഠപുസ്തകം ഇവിടെ നടപ്പാക്കൂല, അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ KM സാജി അതിൽ ഉറച്ചിട്ടുണ്ടോ എന്നൊന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ രണ്ടാമത് സംസുദ്ദീന് അത് നടപ്പാക്കാം ഇവിടെ പറ്റൂല എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അത് പറയണം. മുസ്ലിം സമുദായത്തിനെ മുഴുവൻ പറഞ്ഞ് വഞ്ചിച്ച് കേരളത്തിൽ 22 സീറ്റ് ചരിത്രം നേടി റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ചത് സമുദായത്തിന് കണ്ണിൽ പൊടിയിടാനാണെന്നുള്ളത് ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ മലയാളിക്ക് മനസ്സിലായി. സംസുദ്ദീനും ഇവരും പറഞ്ഞ എന്താണ്, ഇലക്ഷന്റെ മുമ്പ് പലതും പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പം ഇരിക്കുന്ന കസാലയ്ക്ക് ചേർന്നതല്ല, അതിനനുസരിച്ച് പറയാൻ പറ്റും. മുമ്പ് പറഞ്ഞതൊന്നും നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതിന് വലിയ റായത്ത്. ഈ പച്ചക്കള്ളം മലക്കുകൾ ഇറങ്ങിപ്പോയ ജൂദാസിന്റെ പണിയെടുത്ത വീഡിയോ കണ്ടിരുന്നു നിങ്ങൾ എന്നുള്ളതാണ് പറഞ്ഞതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് വഖഫ് ഭൂമി ആണോ അല്ല എന്നുള്ള ലീഗ് വ്യക്തമാക്കണം. അല്ലെങ്കിൽ തങ്ങൾ വരണം, അല്ലെങ്കിൽ PMS സലാം വരണം. ഇല്ലെങ്കിൽ ലീഗിന് ഒലക്കക്ക് ചിറ്റിറക്കിയമാതിരി പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ പറഞ്ഞ 5 മന്ത്രിമാരുണ്ട്, ഓല് വരണം. അവരണോ കാട്ടാന റോട്ടിക്ക് ഇറങ്ങൂലെന്നും പുലി ഇറങ്ങൂലെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്ന അതിനെ ഞങ്ങൾക്ക് മരുന്നുണ്ട് എന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയാ. ആ വീഡിയോ ആണ് ഇതിന്റെ അടിയിലിട്ട് തരാം. ഇപ്പൊ ഇറങ്ങിയിട്ട് 6 ആൾ ആന ചവിട്ടിക്കൊന്നു, 3 ആൾ നിർണായക അവധിയിൽ ആശുപത്രിയിൽ കിടക്കുക. കോവിഡ് വന്നപ്പോഴും നിപ്പ വന്നപ്പോഴൊക്കെ LDF സർക്കാർ എടുത്ത തീരുമാനം എന്താണെന്നുള്ളത് കേരളത്തിലെ മലയാളി അനുഭവിച്ച. ഇപ്പൊ ആരോഗ്യമന്ത്രിനെ കാണാനല്ല, ആരോഗ്യമന്ത്രി പറഞ്ഞെന്താ ഇതേമാതിരി തന്നെ പ്രതിപക്ഷത്ത് നമ്മൾ ഏത് തന്തല്ലാത്തതും പറയാമെന്നും ഇത് പറയണത് വേറൊന്നും പറയണേ. അപ്പൊ ഇതുവരെ അണികളെയും കേരള സമൂഹത്തിന് പച്ച കളവ് പറഞ്ഞാണ് ഈ UDF സർക്കാർ പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ വഞ്ചിച്ചതാണ് എന്നുള്ളത് സത്യം എല്ലാവർക്കും തെളിഞ്ഞു. അതുകൊണ്ട് ഈ 2 കാര്യത്തിന് മുസ്ലിം ലീഗ് മറുപടി പറയണം. മുനമ്പത്ത് വഖഫ് ഭൂമിയാണോ അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കും, നിങ്ങൾ നടപ്പാക്കൂലെന്നോ, ഇത് രണ്ടും പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയല്ലേനു മലക്കുകൾ ഇറങ്ങി പച്ച കള്ളം വിളിച്ചു പറയുന്നു. അത് നിങ്ങൾ ജനങ്ങളോട് മറുപടി പറയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.